Good morning, students. At the university question, discuss the convergence of the series sigma k into 1 to infinity k factorial by k raised to k. Another question. And sigma k into 1 to infinity k by k plus 1 whole raised to k square. This January 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാണ്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് സിഗ്മ k equal to 1 to infinity k factorial by k raised to k. ഇവിടെ ഫാക്ടോറിയൽ ഉള്ളതുകൊണ്ട് നമുക്ക് റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കാം. റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ലെറ്റ്സ് യു കെ എന്നുള്ളത് എടുക്കാം കെ ഫാക്ടോറിയൽ ബൈ കെ റേസ് ടു കെ. യു കെ പ്ലസ് 1 കണ്ടുപിടിക്കുക. യു കെ പ്ലസ് 1 എന്താണ്? കെ പ്ലസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1 ഹോൾ റേസ് ടു കെ പ്ലസ്. അപ്പൊ കെ കാണുന്നിടത്തൊക്കെ നമ്മൾ എന്ത് കൊടുത്തു? കെ പ്ലസ് 1 കൊടുത്തു. അപ്പൊ കെ പ്ലസ് 1 ഫാക്ടോറിയൽ ബൈ കെ പ്ലസ് 1 ഹോൾ റേസ് ടു കെ പ്ലസ്. ഇത് നമുക്ക് എന്ത് ചെയ്യണം? റോ കാൽക്കുലേറ്റ് ചെയ്യണം. റോ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്താണ്? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി, ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ പ്ലസ് 1 ബൈ യു കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ പ്ലസ് 1 എന്താണ്? കെ പ്ലസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1 ഹോൾ റൈസ് ടു കെ പ്ലസ് 1 ഇൻറ്റു ഈ യു കെ കൊണ്ട് ഹരിക്കുമ്പോൾ യു കെ എന്ന് പറഞ്ഞാൽ എന്താണ്? കെ ഫാക്ടോറിയൽ ബൈ കെ റൈസ് ടു കെ ആണ്. അപ്പൊ ഡിവൈഡ് ചെയ്തുകൊണ്ട് കെ റേസ് ടു കെ മുകളിൽ എഴുതുന്നു, താഴെ നമ്മൾ കെ ഫാക്ടോറിയൽ. കാരണം യു കെ പ്ലസ് 1 അടിയിലാണ് നമ്മൾ യു കെ എഴുതേണ്ടത്. ആ യു കെ എഴുതുമ്പോൾ കെ ഫാക്ടോറിയൽ ബൈ കെ റേസ് ടു കെ ആണ്. അതിൽ ആ കെ റേസ് ടു കെ ന്യൂമറേറ്റർ ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ കെ റേസ് ടു കെ ബൈ കെ ഫാക്ടോറിയൽ. ഇത് നമുക്കത് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി ഈ കെ പ്ലസ് 1 ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം? കെ പ്ലസ് 1 ഇൻറ്റു കെ ഫാക്ടോറിയൽ. അപ്പൊ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 into 3 ഫാക്ടോറിയൽ, 5 ഫാക്ടോറിയൽ 5 into 4 ഫാക്ടോറിയൽ. അപ്പൊ കെ പ്ലസ് 1 ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം? കെ പ്ലസ് 1 ഇൻറ്റു കെ ഫാക്ടോറിയൽ ഇൻറ്റു കെ റേസ് ടു കെ ഡിവൈഡഡ് ബൈ താഴെ നമുക്ക് എന്ത് എഴുതാം? കെ പ്ലസ് 1 ഹോൾ റേസ് ടു കെ ഇൻറ്റു കെ പ്ലസ് 1 എഴുതാം ഇൻറ്റു കെ ഫാക്ടോറിയൽ. ഇനി ഇവിടെ ഈ കെ പ്ലസ് 1 നമ്മൾ കട്ട് ചെയ്തു. കെ ഫാക്ടോറിയലും കെ ഫാക്ടോറിയലും നമ്മൾ കട്ട് ചെയ്തു. ബാക്കി നമുക്ക് എന്താ കിട്ടുന്നത്? റോ ഇസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി ബാക്കിയോടെ ഉള്ളത് കെ റേസ് ടു കെ ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1 ഹോൾ റേസ് ടു കെ എന്നാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി കെ ബൈ കെ റേസ് ടു കെ ബൈ ഇവിടുന്ന് കെ പുറത്തെടുക്കുമ്പോൾ 1 പ്ലസ് 1 ബൈ കെ ഹോൾ റേസ് ടു കെ എന്ന് വരും. ഇവിടെയും കെ റേസ് ടു കെ ഉണ്ട്, ഇതിൽ വെട്ടി പോകും. അപ്പൊ നമുക്ക് കിട്ടുന്ന എന്താണ്? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി 1 by 1 plus 1 by k ഹോൾ റൈസ് ടു k. ഇതിൽ ഡിനോമിനേറ്റർ ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി 1 plus 1 by k ഹോൾ റൈസ് ടു k. ഇത് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ താഴെ വരുന്നത് എന്താണ്? 1 by e എന്നാണ് വരുന്നത്. 1 by e. കാരണം നമുക്ക് ഇതിന് ഫോർമുല ഉണ്ട്. ഫോർമുല ഏതാണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 plus 1 by x ഹോൾ റൈസ് ടു x എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 plus 1 by x ഹോൾ റൈസ് ടു x എന്ന് പറഞ്ഞാൽ ഇ എന്നാണ് ഫോർമുല. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പൊ ആ ഫോർമുല അനുസരിച്ച് ഇവിടെ ലിമിറ്റ് കെ ടെൻസ് ടു 1 plus 1 by k ഹോൾ റൈസ് ടു k എന്നുള്ളത് എന്താണ്? ഇ എന്നുള്ളത്. അപ്പൊ 1 by e വരും. ഈ 1 by e എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ് ദാൻ 1 ആണ്. 1 by e യുടെ വാല്യൂ 1 by 2.71. കാരണം 1 by 2.71 എന്ന് പറയുമ്പോൾ ഇത് ലെസ് ദാൻ 1 ആണ്. ഇവിടെ 1 by 2.71 that is less than 1. Therefore ഈ റോ എന്നുള്ളത് ലെസ് ദാൻ 1 ആയതുകൊണ്ട് നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? Therefore the given series ഏതാണ്? സിഗ്മ k equal to 1 to infinity k factorial by k raised to k is convergence. തന്നിരിക്കുന്ന സീരീസ് കൺവെർജന്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അപ്പൊ അതെങ്ങനെ ചെയ്തത്? റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. തന്നിരിക്കുന്ന സീരീസിൽ നിന്ന് നമ്മൾ യു കെ എന്നുള്ളത് കെ ഫാക്ടോറിയൽ ബൈ കെ റേസ് ടു കെ എഴുതി. അതിനുശേഷം യു കെ പ്ലസ് 1 കെ കാണുന്നിടത്തൊക്കെ കെ പ്ലസ് 1 കൊടുത്തു. അപ്പൊ കെ പ്ലസ് 1 ഫാക്ടോറിയൽ ബൈ കെ പ്ലസ് 1 ഹോൾ റേസ് ടു കെ പ്ലസ് 1 കൊടുത്തു. അതിനുശേഷം നമ്മൾ റോ കാൽക്കുലേറ്റ് ചെയ്യണം. റോ കാൽക്കുലേറ്റ് ഫോർമുല എന്താണ്? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ പ്ലസ് 1 ബൈ യു കെ പ്ലസ് 1 ബൈ യു കെ എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്തു? യു കെ പ്ലസ് 1 പകരം കെ പ്ലസ് 1 ഫാക്ടോറിയൽ ബൈ കെ പ്ലസ് 1 ഹോൾ റേസ് ടു കെ പ്ലസ് 1 ഇൻറ്റു കെ റേസ് ടു കെ ബൈ കെ ഫാക്ടോറിയൽ. അതിനുശേഷം നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യാനായിട്ട് കെ പ്ലസ് 1 ഫാക്ടോറിയൽ എന്ത് കൊടുക്കാം? കെ പ്ലസ് 1 ഇൻറ്റു കെ ഫാക്ടോറിയൽ. ഇവിടെ കെ റേസ് ടു കെ, താഴെ കെ പ്ലസ് 1 ഹോൾ റേസ് ടു കെ ഇൻറ്റു കെ പ്ലസ് 1 കെ ഫാക്ടോറിയൽ.
ഏതൊക്കെ വെട്ടിക്കളഞ്ഞു? ഈ K+1 K+1 വെട്ടിക്കളഞ്ഞു, K വെട്ടിക്കളഞ്ഞു. ബാക്കി എന്തുണ്ട്? ലിമിറ്റ് K ടെൻഡ്സ് ടു ഇൻഫിനിറ്റി K+1 ഹോൾ റൈസ് ടു K എന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഡിനോമിനേറ്ററിലുള്ള ഇവിടുന്ന് K+ ഹോൾ റൈസ് ടു K എന്ന് K പുറത്തെടുത്തപ്പോൾ K1+1/K ഹോൾ റൈസ് ടു K എന്ന് കിട്ടി. ഈ K വെട്ടിക്കളഞ്ഞു. ബാക്കി കളഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/1+1/K ഹോൾ റൈസ് ടു K എന്ന് കിട്ടും. അപ്പോൾ 1/E എന്ന് കിട്ടും. 1/E എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2.71 ആണ്. അത് >1 ആണ്. ഇത് റോയുടെ വാല്യൂ >1 ആയതുകൊണ്ട് നമ്മൾ പറയുന്നത് given series is convergence. ഒന്നാമത്തെ പ്രോബ്ലം നമ്മൾ ചെയ്തു. ഇനി ഇതിന്റെ രണ്ടാമത്തെ പ്രോബ്ലം ചെയ്യാം. സെക്കൻഡ് പ്രോബ്ലം ചെയ്യാം. സെക്കൻഡ് പ്രോബ്ലം എന്താണ്? സിഗ്മ K = 1 to infinity K/K+1 whole raised to K square എന്നാണ്. ഇവിടെ whole raised to K square ഒരു whole raised to K അല്ലെങ്കിൽ whole raised to K square ഇങ്ങനെയൊക്കെ വരുന്ന കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ്. ഏത് ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്? റൂട്ട് ടെസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബൈ റൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കുക. റൂട്ട് ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. റൂട്ട് ടെസ്റ്റ് ഉപയോഗിച്ച് റോ കാൽക്കുലേറ്റ് ചെയ്യാം. റൂട്ട് ടെസ്റ്റ് ഉപയോഗിച്ച് റോ കാൽക്കുലേറ്റ് ഫോർമുല എന്താണ്? ലിമിറ്റ് K ടെൻഡ്സ് ടു ഇൻഫിനിറ്റി UK ഹോൾ റൈസ് ടു 1/K. ഇതാണ് ഫോർമുല. അപ്പൊ തന്നിരിക്കുന്ന സീരീസിൽ നിന്ന് ലെറ്റ് UK എന്ന് പറഞ്ഞാൽ എന്താണ്? K/K+1 ഹോൾ റൈസ് ടു K സ്ക്വയർ. ഇതാണ് നമ്മുടെ UK. K/K+1 ഹോൾ റൈസ് ടു K സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് ലിമിറ്റ് K ടെൻഡ്സ് ടു ഇൻഫിനിറ്റി UK എന്ന് പറഞ്ഞാൽ എന്താണ്? K/K+1 ഹോൾ റൈസ് ടു K സ്ക്വയർ ഹോൾ റൈസ് ടു 1/K. അതായത് നമ്മുടെ UK-ന് ഹോൾ റൈസ് ടു 1/K എന്ന് കിട്ടും. നമ്മുടെ ഫോർമുല അനുസരിച്ച് UK-യുടെ മുകളിൽ കൊണ്ടുവന്ന് 1/K കൊടുത്തു. UK എന്ന് പറഞ്ഞാൽ എന്താണ്? K/K+1 ഹോൾ റൈസ് ടു K സ്ക്വയർ ആണ്. അതിന്റെ മുകളിൽ കൊണ്ട് നമ്മൾ 1/K നോക്കും. അപ്പൊ നമുക്ക് ഇതിന് ചെയ്തു വരുമ്പോ റോയുടെ വാല്യൂ ഇത് കിട്ടും. ലിമിറ്റ് K ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഒരു K വെട്ടിപ്പോകും. അപ്പൊ K/K+1 ഹോൾ റൈസ് ടു K. K/K+1 ഹോൾ റൈസ് ടു K. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ലിമിറ്റ് K ടെൻഡ്സ് ടു ഇൻഫിനിറ്റി K ഡിവൈഡഡ് ബൈ K+1 ഹോൾ റൈസ് ടു K. രണ്ടായിട്ട് തിരിച്ചു. ഇനി ഇതിനെ എങ്ങനെ എഴുതാം? ലിമിറ്റ് K ടെൻഡ്സ് ടു ഇൻഫിനിറ്റി K ഡിവൈഡഡ് ബൈ ഈ K+1 ഹോൾ റൈസ് ടു K എങ്ങനെ എഴുതാം? K നമ്മൾ പുറത്തെടുത്ത് കഴിയുമ്പോൾ 1+1/K ഹോൾ റൈസ് ടു K ഇവിടെ ഹോൾ റൈസ് ടു K രണ്ട് വെട്ടിക്കളഞ്ഞു. അപ്പൊ ലിമിറ്റ് K ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/1+1/K ഹോൾ റൈസ് ടു K. ഇതിന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. റോ ഇസ് ഈക്വൽ ടു ഇവിടെ ലിമിറ്റ് K ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1+1/K ഹോൾ റൈസ് ടു K ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1/E എന്നാണ്. 1/E ഏത് ഫോർമുല ഉപയോഗിച്ച്? നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കുന്നത് ലിമിറ്റ് X ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1+1/X ഹോൾ റൈസ് ടു X എന്ന് പറഞ്ഞാൽ E ആണ്. അപ്പൊ ഇവിടെ ലിമിറ്റ് K ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1+1/K ഹോൾ റൈസ് ടു K എന്ന് പറഞ്ഞാൽ E ആണ്. അപ്പൊ 1/E എന്ന് വരും. അത് >1 ആണ്. കാരണം എന്താണ്? 1/2.7 ആണെന്നാണ് ഇയുടെ വാല്യൂ. >1 ആണ്. Therefore റോ എന്നുള്ളത് >1 ആയതുകൊണ്ട് the given series is convergence. Given series ഏതാണ്? സിഗ്മ K = 1 to infinity K/K+1 whole raised to K square is convergence. അപ്പൊ രണ്ടാമത്തെ പ്രോബ്ലം ഇത് കൺവെർജ് ആണ് കിട്ടിയത്. എങ്ങനെയാണ്? റോ >1 ആയിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ കേസ് രണ്ടാമത്തെ പ്രോബ്ലം നമ്മൾ ഉപയോഗിച്ച ടെസ്റ്റ് അതാണ്. റൂട്ട് ടെസ്റ്റ് ആണ് ഉപയോഗിച്ചത്. റൂട്ട് ടെസ്റ്റിന്റെ ഫോർമുല എന്താണ്? റോ ഇസ് ഈക്വൽ ടു ലിമിറ്റ് K ടെൻഡ്സ് ടു ഇൻഫിനിറ്റി UK ഹോൾ റൈസ് ടു 1/K. ലിമിറ്റ് K ടെൻഡ്സ് ടു ഇൻഫിനിറ്റി UK ഹോൾ റൈസ് ടു 1/K എന്നുള്ള ഫോർമുലയാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചത്. ആ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടി? >1 കിട്ടി. റോയുടെ വാല്യൂ >1 കിട്ടി. റോയുടെ വാല്യൂ >1 ആണെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്? given series convergent ആണ്. Therefore sigma K = 1 to infinity K/K+1 whole raised to K square is convergent. അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇത് ജനുവരി 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ചാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.